നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുമ്പോൾ നമുക്കറിയാം, കഴക്കൂട്ടം, നേമം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഇവിടങ്ങളിലെല്ലാം തന്നെ ത്രികോണ പോരാട്ടം നടക്കുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവിൽ വി കെ പി പൂട്ടിട്ട് പൂട്ടിയ വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൂളായി ഏറ്റവും കൂടുതൽ കണ്ടൊരു വ്യക്തിയാണ് വി കെ പി എന്ന് പറയുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ വി കെ പ്രശാന്ത് എന്ന വി കെ പി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ വി കെ പി ആണ് മുന്നിൽ നിന്നിരുന്നത്. അത് വി കെ പ്രശാന്തിന്റെ വ്യക്തിപരമായ ഇഷ്ടം ഏറ്റവും കൂടുതൽ അവിടെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോഴും വി കെ പി തോറ്റിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ട് വി കെ പ്രശാന്ത് തോറ്റു? 3200 വരെ വോട്ടുകൾക്കാണ് വി കെ പ്രശാന്ത് മുരളീധരനോടൊപ്പം തോറ്റത്. ഈ ശ്രീലേഖ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല, പോസ്റ്റൽ വോട്ടിലും ഉണ്ടായിരുന്നില്ല, അല്ലാതെ ഈ ബാലറ്റ് എണ്ണിയപ്പോഴും ഉണ്ടായിരുന്നില്ല. ചിത്രത്തിലെ ശ്രീലേഖ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തലസ്ഥാനം ഉറ്റുനോക്കിയ തീപാറുന്ന ത്രികോണ പോരാട്ടത്തിനൊടുവിൽ വട്ടിയൂർക്കാവ് മണ്ഡലം UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാലും UDF വേണ്ടി എവിടെ നിന്നാലും കെ മുരളീധരൻ എവിടെ നിന്നാലും വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കം. നേമത്ത് നിന്നപ്പോൾ നേമത്ത് വിജയം, ഇവിടെ വട്ടിയൂർക്കാവിൽ നിന്നപ്പോൾ വട്ടിയൂർക്കാവിലും വിജയം എന്ന് വ്യക്തമാക്കുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വട്ടിയൂർക്കാവിലേക്ക് തിരിച്ച് കെ മുരളീധരൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഴയതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പഴയ പോലെയുള്ള ഒരു സ്വാധീനം അവിടെ ഇല്ല എന്ന് പറയുമ്പോഴും പണ്ടത്തെ അതേ കോട്ടകളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. പണ്ട് വി കെ പ്രശാന്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കണ്ണമൂലയിലും അങ്ങനെ കുമാരപുരത്തും ഒക്കെ തന്നെ ഇപ്പോൾ മുരളീധരനാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. 2796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിലവിലെ MLA വി കെ പ്രശാന്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ മുരളീധരൻ വരുന്നത്. UDF ജയിച്ചു, മുരളി തോറ്റു എന്നൊരു വാർത്ത കേൾക്കേണ്ടി വരുമോ എന്ന് പലരും വിചാരിച്ചിരുന്നപ്പോൾ അവസാന നിമിഷമാണ് ഇപ്പോഴിതാ മുരളീധരൻ ജയിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നത്. അവസാന നിമിഷം വരെ ആവേശം നിലനിന്ന വോട്ടെണ്ണലിൽ ഈ തലനാരിഴയ്ക്കാണ് മുരളീധരൻ വിജയിച്ച തീരുമാനമെത്തിയത്. 2016 മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട LDF-നെ 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒന്നാം സ്ഥാനത്തെത്തിച്ച മേയർ ബ്രോ വി കെ പ്രശാന്തിന് ഇത്തവണ മണ്ഡലം കൈവിടേണ്ടി വന്നു. 2021 21,515 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രശാന്തിനെയാണ് കെ മുരളീധരൻ അട്ടിമറിച്ചത്. മുൻ DGP R ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. NDA പിടിച്ച വോട്ടുകൾ ഇരു മുന്നണികളുടെയും ലീഡ് നിലയിൽ നിർണായക സ്വാധീനം ചെലുത്തി. നഗരസഭാ വാർഡുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ പ്രശാന്തും മുരളീധരനും മാറി മാറി ലീഡ് ചെയ്തെങ്കിലും അവസാന ഘട്ടത്തിൽ കെ മുരളീധരൻ ലീഡ് നില ഉയർത്തുകയായിരുന്നു. എന്തായാലും ഈ ആവേശ നിമിഷത്തിൽ എല്ലാവരും പറയുന്നു, ഒറ്റ സ്വരത്തിൽ പറയുന്നു, മുരളി നിങ്ങൾക്കുള്ളതാണ് വട്ടിയൂർക്കാവ് എന്നുള്ളത്. ആവേശ ഉജ്ജ്വലമായ ഈ നിമിഷത്തിൽ 102 സീറ്റുകളിലേക്ക് UDF മാറുന്നു, 2 സീറ്റുകളിലേക്ക് NDA മാറുന്നു, 35ഓളം സീറ്റുകളിലേക്ക് 36ഓളം സീറ്റുകളിലേക്ക് ഈ പറയുന്ന CPM LDF ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്തായാലും കാത്തിരുന്നു കാണാം. തീർച്ചയായിട്ടും വളരെ ജനങ്ങൾ പൊറുതി മുട്ടിയ ഒരു ഭരണത്തിൽ നിന്നും ആശ്വാസത്തിനും വിശ്വാസത്തോടു കൂടിയാണ് ഇനിയുള്ള അടുത്ത 5 വർഷം ജനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. എന്തായാലും അത് ജനങ്ങളെ വഞ്ചിക്കാതെ ഒരു സർക്കാർ തന്നെ ആകട്ടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ആശംസിക്കാം. ഏതായാലും വിജയിച്ച എല്ലാവർക്കും ആശംസകൾ.